ഇന്ന് ഞാനൊരു ഉപ്പിലിട്ട നാരങ്ങ കാന്താരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. പോരാതെ ഒരു വർഷത്തിന് മേലെ വരെ നമുക്കിത് കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാം. ആ ഒരു രീതിയാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഈ ഒരു ഉപ്പിലിട്ടത് ഞാനൊരു 7 മാസം മുമ്പ് ഉപ്പിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതിൽ കാന്താരി മുളക് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതും ചെറുതുമായിട്ട് കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട്. ഈ ഒരു നാരങ്ങൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ എടുത്ത കുപ്പിയുടെ അളവാണ്. അതായത് ആ കുപ്പിയിൽ എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ചിട്ടാണ് നാരങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പിലേക്ക് കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെട്ട് കളഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് വിനീഗറാണ്. വിനീഗർ നമ്മൾ ആ കുപ്പിയുടെ പകുതിയോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കല്ലുപ്പാണ്. കല്ലുപ്പ് തന്നെ എടുക്കുക. കല്ലുപ്പാണ് ഇതിന് ആവശ്യം, പൊടിയുപ്പ് എടുക്കരുത്. അപ്പം നാരങ്ങ നമ്മളൊന്ന് ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പച്ചവെള്ളത്തിലാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ തിളച്ച് വരുന്ന ആ ഒരു സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം ചൂടാറുന്നത് വരെ അതിൽ തന്നെ നാരങ്ങ കിടക്കണം. എന്നിട്ട് നമ്മൾ ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് തുടച്ചിട്ടെടുക്കുക. ഈ ഒരു സൈസിലുള്ള ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാരങ്ങ ഒന്ന് മുറിക്കാം. അപ്പോൾ നാരങ്ങയിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ നോക്കണം, നന്നായിട്ട് തുടക്കണം. അതുപോലെ തന്നെ നമ്മൾ മുറിക്കുന്ന കത്തിയിലും കട്ടിംഗ് ബോർഡിലൊക്കെ ഒന്ന് വെള്ളം ഇല്ലാതെ ശ്രദ്ധിക്കുക. നാരങ്ങ മുറിക്കുമ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് 2 മുറിയായിട്ട് മുറിച്ചെടുക്കരുത്. ലാസ്റ്റിലേക്ക് ഇങ്ങനെ തുറന്ന പോലെ ആക്കി വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് നിറച്ചെടുക്കുന്നത്. നമ്മൾ കല്ലുപ്പാണ് ഇതിലേക്ക് നിറച്ചെടുക്കുന്നത്. അപ്പോൾ കല്ലുപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കല്ലുപ്പ് നിറയ്ക്കാം. കല്ലുപ്പ് ഇങ്ങനെ ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വേണം നിറച്ചു കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇതിലേക്ക് ഉപ്പ് കൂടി പോകുമോ എന്നുള്ളത്. ഒട്ടും തന്നെയല്ല, ഇതിൽ കറക്റ്റായിരിക്കും. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഉപ്പിലിട്ട ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് വെള്ളത്തിൽ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാന്താരീൻ്റെ നെട്ടൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനീഗർ ഒഴിക്കാം. അപ്പോൾ ഈ ഒരു കുപ്പിൻ്റെ പകുതിയോളം വിനീഗർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ മേൽഭാഗത്തേക്ക് വിനീഗറും ഉപ്പൊക്കെ നന്നായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഫംഗസ് പിടിക്കാതെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ ഒക്കെ എവിടെയെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ തന്നെ അത് ഇതിലൂടെ അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആവും നമുക്കിത് അപ്പം കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നനവുള്ള സ്പൂണ് വെച്ചോ മറ്റെന്തെങ്കിലും വെച്ചോ എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഫംഗസ് വരും. പിന്നെ അതുപോലെ തന്നെ നല്ല എയർ ടൈറ്റുള്ള ബോട്ടിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാലം ഇത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റംസാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളിത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി അടുത്തൊരു റെസിപ്പിയിലൂടെ കാണാം.